മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെന്നറിയുന്നു. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 600 ആക്റ്റീവ് കേസുകളുണ്ട്. രോഗവ്യാപനമുള്ള മേഖലകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും എന്നാണ് അറിയുന്നത്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഷഹദ്, ഒരുപക്ഷെ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. മഞ്ഞപ്പിത്ത സ്വാധീനം കുറഞ്ഞോ കൂടിയോ, എന്താണ് നമുക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം? SK നമുക്കങ്ങനെ കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം മഞ്ഞപ്പിത്തം ഏകദേശം 600ഓളം ആക്റ്റീവ് കേസുകളുണ്ട്. 4000ഓളം ആളുകൾക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് 600ഓളം പേർക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, കൂടുതൽ ആളുകളിലേക്ക് ഇത് പടരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ജില്ലയിലുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായിരുന്നു. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ഇത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവധിക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ കുട്ടികൾ ഈ ടൂർ പോവുകയും അതുപോലെ തന്നെ വിവാഹ സൽക്കാരങ്ങളൊക്കെ കൂടുതലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ ഈ അമിതമായിട്ട് ഈ എന്താ പറയുക, കോളകൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് അതിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്നും ഒക്കെയാണ് കൂടുതലായിട്ടും മഞ്ഞപ്പിത്തം ഇപ്പോൾ ജില്ലയിൽ വ്യാപകമായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തലാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. അതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും പരമാവധി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം പ്രധാനമായിട്ടും നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ രോഗമുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പ് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നത് സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കണം. രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഘട്ടത്തിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ തേടണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ വ്യാജ ചികിത്സകൾ പലയിടങ്ങളിൽ കൂടുതലായിട്ട് നടക്കുന്നുള്ളതായിട്ട് ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ഇന്നലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം രീതിയിലേക്കൊന്നും പോകാതെ പരമാവധി അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി ചികിത്സ തേടണം എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ പ്രധാനമായിട്ടും ജില്ല ഇപ്പോൾ ആശങ്ക ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഴക്കാലമാണ്. ഇന്നലെ മുതൽ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയൊക്കെ ജില്ലയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെയും ചെറിയ രീതിയിലുള്ള മഴയൊക്കെയുണ്ട്. അപ്പോൾ ഈ മഴക്കാലമാകുന്ന ഘട്ടത്തിൽ ഈ രോഗവ്യാപനം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് മഴക്കാലമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഇനി സ്കൂളൊക്കെ തുറക്കുന്ന ഒരു ഘട്ടം കൂടി ആയതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വിഭാഗം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, SK ചരിത്ര സംഭവമാകാൻ പോകുന്ന ജില്ലാ സമ്മേളനത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ജില്ലാ സമ്മേളനത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ജില്ലകളിലും നമ്മൾ സമ്മേളനം നടത്തും. മെയ് മാസം തന്നെ ഒരു ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടക്കും. അതിൻ്റെ വിശദാംശങ്ങൾ ഇതാ. അപ്പോൾ എല്ലാ ജില്ലകളിലും നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന 2 മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അതേപോലെ ഒരു ഇമെയിൽ ID കൂടിയുണ്ട്. ഇമെയിൽ ID ഇതാണ്, 24connect@24news.com. 24connect കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ സഹായ പദ്ധതികളും നമ്മുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ചൊരിയാനും ഒക്കെ ആയിട്ടാണ് ഇത്. അതേപോലെ നിങ്ങൾക്ക് ഈ ഇമെയിൽ ID ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ വിലാസമുണ്ട്. 24 ന്യൂസ് ചാനൽ, ശിഹാബ് തങ്ങൾ റോഡ്, വിദ്യാനഗർ കോളനി, കൈപ്പടമുകൾ, കൊച്ചി. അപ്പോൾ ശിഹാബ് തങ്ങൾ റോഡ്, വിദ്യാനഗർ കോളനി, കൈപ്പടമുകൾ, കൊച്ചി എന്ന അഡ്രസ്സിൽ 24ലേക്ക് കത്തയച്ചാലും മതി. 2 ടെലിഫോൺ നമ്പർ നിങ്ങളിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പങ്കെടുക്കുന്ന ആളുകൾ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ആളുകളെ മാത്രമായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക. സേതു ഗംഗാധരൻ ചോദിക്കുന്നു, ഇങ്ങയുടെ നെഞ്ചിൽ എന്നതാ ഒരു വട്ടപ്പൊട്ട്? ഈ പൊട്ടിനെ കുറിച്ചാണോ ആലോചിച്ചത്? അപ്പോൾ ഈ പൊട്ട് നമ്മുടെ 24ൻ്റെ ID ആണ്. അപ്പോൾ അത് വലിയ അഭിമാനത്തോടെ നമ്മൾ കാണുന്ന ID ആണ്.